അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവർക്കും സന്തോഷം നേരുന്നു. ഇന്നിവിടെ പറയാൻ പോകുന്നത് തൗബ സൂറത്തിനെ കുറിച്ചാണ്. പരിശുദ്ധ ഖുർആനിൽ തൗബ എന്ന പേരിൽ ഒരു സൂറത്ത് നമുക്ക് കാണാൻ കഴിയും. ബറാഅത്ത് എന്നും ആ സൂറത്തിന് പേരുണ്ട്. തൗബ എന്ന പേര് പറയാൻ കാരണം പലരുടെയും പശ്ചാത്താപത്തെക്കുറിച്ച് ഈ സൂറത്തിൽ പരാമർശമുണ്ട്. അതുകൊണ്ട് തൗബ എന്ന പേരിൽ ഈ സൂറത്ത് അറിയപ്പെടുന്നു. ബറാഅത്ത് എന്ന പേരിലും ഈ സൂറത്ത് അറിയപ്പെടുന്നുണ്ട്. അതിന് കാരണം എന്താണ്? ഈ സൂറത്തിൻ്റെ ഒന്നാമത്തെ വചനം തന്നെ ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി ഇലല്ലദീന ആഹത്തും മിനൽ മുശ്രിക്കീൻ എന്ന് തുടങ്ങുന്ന ആയത്തിൽ ബറാഅത്ത്, മോചനം എന്ന പരാമർശമുണ്ട്. അതുകൊണ്ട് ബറാഅത്ത്, സൂറത്ത് ബറാഅത്ത് എന്നും ഈ സൂറത്തിന് പേരുണ്ട്. ഈ സൂറത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ബിസ്മി എഴുതിയിട്ടില്ല. തുടക്കത്തിൽ ബിസ്മി എഴുതിയിട്ടില്ല. മറ്റുള്ള എല്ലാ സൂറത്തുകളിലും ബിസ്മി എഴുതിയിട്ടുണ്ട്. ബിസ്മി എഴുതാതിരിക്കാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മി എഴുതാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടില്ല. നിർദ്ദേശിക്കാതിരിക്കാൻ കാരണം ബഹുമാനപ്പെട്ട ഹാക്കിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹാക്കിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ബിസ്മി എന്ന് പറയുന്നത് നിർഭയത്വം നൽകുന്നത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിസ്മി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിർഭയത്വം ലഭിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ അധ്യായത്തിലാണെങ്കിലോ നിർഭയത്വത്തിന് എതിരായ അഥവാ യുദ്ധം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആയത്തുകൾ ഈ സൂറത്തിൽ ഉണ്ട്. അപ്പോൾ അത് രണ്ടും തമ്മിൽ എതിരുമാണ്. അതുകൊണ്ട് ബിസ്മി എഴുതാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഈ സൂറത്തിൽ ബിസ്മി എഴുതാതിരിക്കാൻ കാരണം. ബഹുമാനപ്പെട്ട ബറാ റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ച് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഈ സൂറത്ത് അവസാനമായി അവതരിച്ച പൂർണ്ണ അധ്യായം, അതായത് ഒരു സൂറത്ത് ഫുള്ളായിട്ട് ഇറങ്ങിയ അധ്യായം ഈ സൂറത്താണ് എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. അതൊരു പ്രത്യേകതയാണ്. എന്നാൽ ഈ സൂറത്തിൽ ബിസ്മി മറന്നുകൊണ്ട് ഓതിപ്പോയാൽ കുറ്റമില്ല. ആദ്യത്തിൽ ബിസ്മി ഓതൽ ഹറാമും ഇടയിൽ നിന്ന് എടുത്തു ഓതുമ്പോൾ ബിസ്മി ഓതൽ കറാഹത്തുമാണ് എന്ന് ഈ ആയനത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അവസാനത്തിലുള്ള ഈ സൂറത്തിലെ അവസാനത്തെ 2 ആയത്തുകൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ആയത്തുകളും ഹിജ്റക്ക് ശേഷം അവതരിച്ചതാണ്. തൗബ സൂറത്തിലെ ചില പ്രത്യേക ആയത്തുകൾക്ക് പ്രത്യേകമായ ചില ശ്രേഷ്ഠതകളുണ്ട്. ഇതിലെ 32ാമത്തെ ആയത്ത് യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു ഇല്ലാ അൻ യുത്തിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ എന്ന ആയത്ത്, 32ാമത്തെ ആയത്ത് പതിവായി ഒരാൾ ഓതിയാൽ അവന് മറ്റുള്ളവരിൽ നിന്ന് അവഗണന നേരിടാൻ കഴിയില്ല എന്നുള്ളതാണ്. മറ്റുള്ളവർ തന്നെ അവഗണിക്കുന്നു എന്ന് തോന്നുന്ന പക്ഷം ഈ ആയത്ത് അയാൾ പതിവായി ഓതേണ്ടതാണ്. അതുപോലെ തന്നെ തൗബ സൂറത്തിലെ 51ാമത്തെ ആയത്ത് കുല്ലൻ യുസീബന ഇല്ലാമാ കതബല്ലാഹു ലനാ ഹുവ മൗലാന വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ എന്ന 51ാമത്തെ ആയത്ത്, അത് ഒരാൾ പതിവാക്കിയാൽ രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം പാരായണം ചെയ്ത് പതിവാക്കിയാൽ ആപത്തുകൾ അയാളെ തൊട്ട് തടയപ്പെടുമെന്ന് ഈ സൂറത്തിൻ്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്നിടത്ത് കാണാൻ കഴിയും.
അതുപോലെ തന്നെ ആകസ്മികമായ മരണത്തെ തൊട്ട് സംരക്ഷണം നൽകപ്പെടാൻ തൗബ സൂറത്തിലെ അവസാനത്തെ രണ്ടായത്ത് എന്ന് പറയുമ്പോൾ ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹിം മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം എന്ന അവസാനത്തെ 2 ആയത്തുകൾ രാവിലെയും വൈകുന്നേരവും പതിവാക്കിയാൽ ആകസ്മികമായ മരണം, പെട്ടെന്നുണ്ടാവുന്ന മരണങ്ങളിൽ നിന്ന് അയാൾക്ക് സംരക്ഷണം ലഭിക്കുമെന്ന് അതിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും. ഹവാസുൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൻ്റെ 65-ാമത്തെ പേജിൽ ഈ സംഭവം വിവരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ തൗബ സൂറത്തിലെ അവസാന സൂക്തങ്ങൾ 2 ആയത്തുകൾ രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്താൽ വേറെയും പ്രതിഫലങ്ങളുണ്ട്, വേറെയും കാര്യങ്ങളുണ്ട്. അവൻ്റെ ഉദ്ദേശ സാഫല്യങ്ങൾ നേടാൻ കഴിയുന്ന, അവൻ്റെ ഉദ്ദേശങ്ങളൊക്കെ അവൻ വിചാരിച്ച പോലെ നടക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെ ധാരാളം പ്രത്യേകതകൾ അടങ്ങിയ ഒരു മഹത്തായ സൂറത്താണ് തൗബ എന്ന് പറയുന്ന ഈ സൂറത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെയൊക്കെ മഹത്വങ്ങൾ അറിഞ്ഞ് പാരായണം ചെയ്യാനും ജീവിതത്തിൽ പകർത്തുവാനും ഒക്കെ നമുക്ക് അവസരങ്ങൾ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.